കഴിഞ്ഞ ദിവസം നമ്മുടെ നാവികസേന മേധാവി ഒരു കാര്യം പറഞ്ഞിരുന്നു. മറ്റൊന്നുമല്ല, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, ഏത് നിമിഷം വേണമെങ്കിലും രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാം എന്നാണ് അദ്ദേഹം നൽകിയ സൂചന. എന്തായാലും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിൽ വലിയ സന്നാഹങ്ങൾ നടക്കുകയാണ്. ഡിസംബർ 10, 11, അതായത് നാളെ കഴിഞ്ഞാൽ മറ്റന്നാളും അതിൻ്റെ പിറ്റേന്നും അവിടെ ഒരു വലിയ എയർ ഷോ, ഒരു വ്യോമ അഭ്യാസം നടക്കുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ തുറമുഖ നഗരമായ കറാച്ചിയിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ അകലെ, പാകിസ്ഥാൻ്റെ നിയന്ത്രിത വ്യോമ അതിർത്തിയിൽ നിന്ന് 70 നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിന് മുകളിൽ നീലാകാശത്ത് ഇന്ത്യൻ കഴുകന്മാർ വട്ടമിട്ട് പറക്കും എന്നാണ് ഇപ്പോൾ വെളിപ്പെട്ട് വന്നിരിക്കുന്ന വിവരം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ പാകിസ്ഥാൻ വ്യോമ അതിർത്തിക്ക് സമീപത്ത് ഇന്ത്യ ഇത്തരത്തിലൊരു ദ്വിദിന വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നത് വെറുതെയല്ല. അത് ചൈനയ്ക്ക് മാത്രം, ക്ഷമിക്കണം, അവിടെ ഒരു കട്ടുണ്ടേ, അത് പാകിസ്ഥാന് മാത്രമല്ല ചൈനയ്ക്ക് കൂടി നൽകുന്ന ഒരു താക്കീതാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഞാൻ ഈ വ്യോമാഭ്യാസത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വ്യോമാഭ്യാസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എന്തായാലും വളരെ തന്ത്രപരമായ ഒരു മേഖലയിലാണ് അതീവ സുപ്രധാനമായ ഈ വ്യോമാഭ്യാസ പ്രകടനം നടക്കുന്നത്. ഇത് വെറുമൊരു വ്യോമാഭ്യാസ പ്രകടനമല്ല, ഇന്ത്യയുടെ വ്യോമശേഷി എന്താണ് എന്ന് ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇത് എന്ന വ്യോമസേനാ വൃത്തങ്ങൾ പറയുന്നു. അതുപോലെ ഈ വ്യോമാഭ്യാസ പ്രകടനത്തിൽ സുഖോയ് അടക്കമുള്ള ഏറ്റവും അത്യന്താധുനിക പോർ വിമാനങ്ങൾ പങ്കെടുക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് വെറുതെ ഒരു പരിശീലന പ്രകടനമോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സാധാരണ ഒരു എയർ ഷോ ആയിട്ടോ അല്ല, മറിച്ച് സുഖോയ് 30 MKI, അതുപോലെ റഫാൽ, ജാഗ്വർ തുടങ്ങിയ അത്യാധുനിക പോർ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, ചോപ്പറുകൾ, ഹെലികോപ്റ്ററുകൾ, ഇതൊക്കെ ഇതിൽ പങ്കെടുക്കും. ഡ്രോണുകളുടെ അഭ്യാസ പ്രകടനവും ഇവിടെ ഉണ്ടാകുമെന്ന് കരുതുന്നു. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇപ്പോഴൊന്നും തന്നെ പ്രതിരോധ വിഭാഗം പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഒരു കാര്യം, ഈ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ വളരെയധികം ജാഗ്രതയോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇത്രയും പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തിയോട് വളരെ അടുത്ത് ഇന്ത്യ എന്തുകൊണ്ട് ഇത്തരം ഒരു വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതിന് വളരെ കൃത്യമായ ഒരു മറുപടി നമ്മുടെ സൈന്യം നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്തുവിടാൻ കഴിയില്ല, കാരണം സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നീക്കങ്ങളെല്ലാം കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയായിരിക്കും. അവർക്ക് സൈനിക ശേഷി പ്രദർശിപ്പിക്കുന്നത് മാത്രമല്ല, ശത്രുവിനെ ഭയപ്പെടുത്തി ഓടിക്കാൻ വേണ്ടുന്ന തന്ത്രങ്ങളും അവർ പ്രയോഗിക്കുമെന്ന് നമുക്കറിയാം. എന്തായാലും ഇവിടെ പ്രതിരോധവും വ്യാപാര മാർഗങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം ഇന്ത്യക്ക്. അതായത് പാകിസ്ഥാൻ വ്യോമാതിർത്തി വഴി കടന്നു പോകുന്ന നമ്മളുടെ വിമാനങ്ങളുടെ സുരക്ഷ ഇന്ത്യക്ക് ഉറപ്പാക്കണം. അതുപോലെ തന്നെ പാക് സമുദ്ര അതിർത്തിയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ചരക്ക് കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കണം. ഇത് രണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. മാത്രമല്ല, അറബിക്കടൽ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ സമുദ്ര അതിർത്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. എന്തായാലും ഈ പ്രതിരോധവും വ്യാപാര മാർഗങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കുന്നത് കൂടാതെ, ഈ പടിഞ്ഞാറൻ ഭാഗത്താണ് ഈ അഭ്യാസം നടക്കുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഈ യുദ്ധ സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ, ശത്രുക്കളുടെ വ്യോമാക്രമണത്തെ പ്രതിരോധിക്കാൻ അങ്ങനെ വിവിധ സാഹചര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ അഭ്യാസ പ്രകടനം, ഈ പരിശീലനം ഇന്ത്യ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു സുഖോയ് 30-ൻ്റെ ഒക്കെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ
പാകിസ്ഥാൻ്റെ തീരദേശ വ്യോമാതിർത്തിക്ക് ഇത്രയധികം അടുത്ത് സമീപത്ത് ഇന്ത്യ ഇത്തരത്തിലൊരു വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നത് ഇത് ആദ്യമാണ് എന്ന് ചരിത്രം പറയുന്നു. ഈ പ്രദേശത്തെ സുരക്ഷാ സന്തുലനം വ്യക്തമാക്കുന്നതോടൊപ്പം സമുദ്രാതിർത്തിയിലെ ഇന്ത്യൻ നിയന്ത്രണം അത് ശക്തമായി ഉറപ്പിക്കാൻ, കാര്യക്ഷമമാക്കാൻ ഒക്കെ വേണ്ടിയിട്ടുകൂടെ അതിനുള്ളൊരു സന്ദേശം കൂടിയാണ് ഈ വ്യോമാഭ്യാസ പ്രകടനത്തിലൂടെ ഇന്ത്യ നൽകുന്നത് എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. ഇവിടെ നമ്മൾ നാവികസേനാ മേധാവി പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന മുന്നറിയിപ്പ് ചേർത്ത് വായിക്കേണ്ടതാണ്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യൻ സേന കറാച്ചി തുറമുഖം ആക്രമിച്ചു എന്ന വ്യാജ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ വരെ കേരളത്തിലുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അടുത്ത് സമാധാനപരമായി ഇന്ത്യ ഒരു വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നതിനെ കുറിച്ച് ഇവരാരും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അതായത് യാഥാർത്ഥ്യമല്ല നമ്മുടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വ്യാജ വാർത്തകളിലാണ് കൂടുതൽ താല്പര്യമെന്ന് നമുക്ക് അറിയുന്നതാണ്. അവർക്ക് വിവാദങ്ങൾ ഉണ്ടാക്കുന്ന സെൻസേഷണലായ ന്യൂസാണ് അവർക്ക് ആവശ്യം. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കാനും നമ്മുടെ വ്യാപാര മാർഗങ്ങൾ സുഗമമാക്കാനും നമ്മുടെ പ്രതിരോധം ശക്തിപ്പെടുത്താനും ഒക്കെ വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മമാണ് ഈ വ്യോമാഭ്യാസ പ്രകടനം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ വ്യോമസേനയുടെ കരുത്ത് എന്താണെന്ന് ലോകം കണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ. എന്നാൽ അതുമാത്രമല്ല, ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷിയും എന്താണെന്ന് ലോകം കണ്ടു. ഒരു അർത്ഥത്തിലും ഒരു അണുവിട പോലും വീഴ്ച സംഭവിക്കാതെ നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു, അല്ലെങ്കിൽ അത് പൂർത്തിയാക്കി ഓപ്പറേഷൻ സിന്ദൂർ വിജയിപ്പിച്ചു എന്ന് നമുക്കറിയാം. ഇവിടെ വളരെ കൃത്യമായിട്ട് പാകിസ്ഥാന് അതിശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നതിനോടൊപ്പം ചൈനയ്ക്കും, കാരണം ചൈന പാക് കോറിഡോർ, എക്കണോമിക് കോറിഡോർ അവസാനിക്കുന്നത് കറാച്ചി തുറമുഖത്താണ്. നമുക്കതറിയാം. ഇന്ത്യൻ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലൂടെ ഇന്ത്യക്ക് അധീനമായ അല്ലെങ്കിൽ ഇന്ത്യയുടെ കൈവശമുള്ള ഭൂമി തട്ടിയെടുത്ത് ഇപ്പോൾ കൈവശം വച്ചിരിക്കുന്ന, താൽക്കാലികമായി കൈവശം വച്ചിരിക്കുന്ന പാകിസ്ഥാൻ്റെ ആ പ്രദേശത്ത് കൂടി കടന്നു പോകുന്നതാണ് ഈ എക്കണോമിക് കോറിഡോർ. അതിലേക്ക് ചൈന വലിയ തുക മുടക്കിയിട്ടുണ്ട്. അത് മുഴുവനും നഷ്ടത്തിലാണ് കലാശിച്ചത്. എന്നാലും ചൈനയ്ക്ക് അത് ഉപേക്ഷിക്കാൻ കഴിയില്ല. അവിടെ ചൈനയെ കൂടി അമ്പരപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ വ്യോമസേന ഇത്തരത്തിലൊരു പ്രകടനം നടത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും നാളെ കഴിഞ്ഞ് 2 ദിവസങ്ങൾ വളരെ നിർണായകമാണ് ഇന്ത്യക്കല്ല പാകിസ്ഥാന്.